കോഴിക്കോട് നടപ്പാതയിലൂടെ ബൈക്ക് ഓടിച്ച ആളെ തടഞ്ഞ വയോധികയുടെ ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ വൈറലായിരുന്നു. എരഞ്ഞിപ്പാലം സിഗ്നലിന് സമീപത്ത് വെച്ചായിരുന്നു സംഭവം. വടകര സ്വദേശിയായ വ്ളോഗർ അഫ്ലു ആണ് ദൃശ്യങ്ങൾ പകർത്തിയത്. ആദ്യം വൈറലായ ആ ദൃശ്യങ്ങളിലേക്ക്. എരഞ്ഞിപ്പാലത്ത് ഇത് സ്ഥിരം കാഴ്ചയാണെന്നും ഇതുകൊണ്ടാണ് പ്രതികരിച്ചതെന്നും എരഞ്ഞിപ്പാലം സ്വദേശിയായ പ്രഭാവതി ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. കോഴിക്കോട് നിന്ന് ആകാശ് തടത്തിൽ തയ്യാറാക്കിയ ആ റിപ്പോർട്ട് കൂടി കാണാം. സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായ ഒരു ദൃശ്യമുണ്ട്. കോഴിക്കോട് എരഞ്ഞിപ്പാലം ഫുട്പാത്തിലൂടെ ഒരു വാഹനം, ഇരുചക്ര വാഹനം കടന്നു വന്നപ്പോൾ അത് തടഞ്ഞ് മാതൃകയായ എരഞ്ഞിപ്പാലം സ്വദേശിനിയായ പ്രഭാവതി എന്ന് പറഞ്ഞ സ്ത്രീയാണ് നമ്മളോട് കൂടെ ചേരുന്നത്. ഈ അമ്മയാണ് ഇത്തരം ഒരു വാഹനം ഇത്തരം ഫുട്പാത്തിലൂടെ വന്നപ്പോൾ അത് തടഞ്ഞു വെച്ച് ചോദ്യം ചെയ്തത്. വലിയൊരു മാതൃക തന്നെയാണ് നമുക്ക് മുന്നിൽ കാണിക്കുന്നത്. എന്താണ് അങ്ങനെ ചെയ്യാൻ തോന്നിയത്? അല്ല, ഇത് ശരിയല്ലല്ലോ. ഞങ്ങളൊക്കെ ഇവിടെ സാധാരണ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. ഇത് ഞങ്ങൾ ഉപയോഗിക്കുന്ന വഴിയാണ്. എൻ്റെ വീട് ഇവിടെയാണ്. ഒരുപാട് രോഗികൾ പോകുന്നൊരു വഴി. ഇത് മാത്രമല്ല, എല്ലാ സ്ഥലത്തും ഇത് നടക്കുന്നുണ്ടെന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കി. ഇന്ത്യയിലൊക്കെ വാർത്ത വന്നിരുന്നു. ഞാനിത് ഇന്നല്ല പ്രതികരിക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഈ റോഡിൽ ഇങ്ങനെ ബ്ലോക്ക് വരാൻ തുടങ്ങിയത് മുതൽ നമുക്കിത് അനുഭവത്തിൽ വന്നപ്പോൾ ഞാൻ അപ്പോഴൊക്കെ പ്രതികരിച്ചിട്ടുണ്ട്. ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്. പരാതി കൊടുത്താൽ എന്താണെന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞത് അവർക്ക് ഒരു പെറ്റീഷൻ അടിക്കും, പിന്നെ അവർ ക്ലാസ്സിലിരിക്കണം ഒരാഴ്ചയായിട്ട്, അത്രയും ചെയ്യാവുള്ളൂ. അപ്പം പക്ഷേ നമ്മൾ അധികാരികളെ ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ മേലുദ്യോഗസ്ഥൻ എന്നോട് പറഞ്ഞത് ശുഭയാത്ര എന്ന് പറഞ്ഞൊരിതുണ്ടല്ലോ, അതിലേക്ക് നിങ്ങൾ ഫോട്ടോ എടുത്ത് അയച്ചാൽ നിങ്ങൾ അടിയൊന്നും കൂടെ പോകണ്ട. പക്ഷെ അത് പലപ്പോഴും നടക്കാറില്ല. കാരണം എൻ്റെ ഫോൺ അത്ര വലിയ നല്ല ഫോണൊന്നുമല്ല, തല്ലിപ്പോയി ഫോണാണ്. അപ്പോൾ അത് ഉപയോഗിച്ച് അതിൻ്റെ പണി തീർന്നിട്ടുണ്ട്. 2-3 അനുഭവങ്ങൾ തുടർച്ചയായിട്ടുണ്ടായ സമയത്ത് അതൊന്നും അവിടെ ചർച്ച ചെയ്യണം. നാളെ ഇപ്പോൾ ഞങ്ങൾ അയൽക്കൂട്ടാണ്, അപ്പോൾ അതിൽ ചർച്ച ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കാണ് അത് ആരോ എടുത്ത് ഇവിടെ നിന്നിട്ട് ഞാനെന്ത് ചെയ്യും പറയുമ്പോൾ ഇവിടെ ഈ ബിൽഡിങ്ങിന് മുകളിൽ ആരോ, ഞാൻ തന്നെ കണ്ടിട്ടില്ല, എല്ലാവരും അങ്ങോട്ട് നോക്കുന്നത് കണ്ടപ്പോഴാണ് ലാസ്റ്റ് ഞാനിതൊക്കെ തർക്കമൊക്കെ കഴിഞ്ഞ് അവൻ നിങ്ങൾ ജയിച്ചെന്നും പറഞ്ഞ് അവൻ പോകുമ്പോഴാണ് ഞാൻ ഇവരെല്ലാവരും നോക്കുന്നുണ്ടപ്പോൾ ഞാൻ നോക്കുന്നത്. അപ്പോൾ സംഭവം പ്രതീക്ഷിച്ചിരുന്നു അങ്ങനെ ഇത്രയും വൈറലാവുന്നൊക്കെ? ഇല്ല, ഞാൻ അങ്ങനെയൊന്നും, അവരിപ്പോൾ എന്തോ ഒരു ഫോട്ടോ എടുത്തെന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നത്. അവൻ റീലെടുക്കുന്ന ആളാണോ എന്നൊന്നും എനിക്കറിയില്ല. അവരോട് ചോദിച്ചാൽ അറിയാലോ, അവിടെ വാച്ച്മാൻ ഉണ്ടായിരുന്നു. പിന്നെ ഞാനതൊന്നും പ്രതീക്ഷിക്കില്ല. അവരെന്തോ വീഡിയോ എടുത്തു, കാരണം ഞാൻ തർക്കിക്കുന്നതോ എന്തോ അവർക്കൊരു രസം തോന്നിയതൊരു ഫോട്ടോ എന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചു. കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളൂ. റീൽ വരുന്നോ ഇന്നിപ്പോൾ കൊച്ചുമോള് വിളിച്ചറിഞ്ഞപ്പോഴാണ് അറിയുന്നത് ഇതിങ്ങനെ വന്നിട്ടുണ്ട്, പ്രവേശിച്ച് വൈറലായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്താടി, എനിക്ക് അതുപോലും ഓർമ്മയില്ല എന്താ വൈറൽ. അല്ല, അങ്ങനെയല്ല, വൈറലായെന്നൊക്കെ നമ്മൾ പറയുന്നേക്കാം. പക്ഷെ എന്താ സംഭവം എനിക്ക് അപ്പം എന്നോട് ഞാൻ അങ്ങനെ ഇത് നോക്കി, ഇൻസ്റ്റാഗ്രാമിലുണ്ട്. ഞാനൊരു അക്കൗണ്ട് എടുത്തിട്ടുണ്ട്. പിള്ളേരെ അതിൽ ചെറുതാ വരുന്നല്ലോ, അതുകൊണ്ടൊക്കെ ഒരു ചില പൊടിക്കൈയൊക്കെ ചെയ്തു. ഇത് തന്നെയാണ് വലിയൊരു മാതൃക തന്നെയാണ് ഈ പ്രഭാവതി അമ്മ ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം, യുവാക്കൾ പോലും അടിക്കുന്ന കാര്യങ്ങളാണ് ഇത്രയും വയസ്സായിട്ട് പോലും ചെയ്തിരിക്കുന്നത്. ഇത് വടകര സ്വദേശിയായ ഒരു ബ്ലോഗറായിട്ടുള്ള അഫ്ലു എന്ന യുവാവാണ് ഇത്തരത്തിലൊരു ദൃശ്യം പകർത്തി സാമൂഹ്യ മാധ്യമങ്ങളിലിട്ട് നിരവധി പേരാണ് ഇതിന് കമൻ്റായിട്ടും സ്റ്റാറ്റസുകളായിട്ടൊക്കെ വെച്ചിരിക്കുന്നത്. ഏതായാലും കേരളം അന്വേഷിക്കുന്ന പ്രഭാവതി അമ്മ ഇപ്പോൾ നമ്മളോട് ചേരുകയായിരുന്നു. കോഴിക്കോട് നിന്നും ക്യാമറമാൻ അതീന്ദ്രജിത്തിനൊപ്പം ആകാശ് തടത്തിൽ, ന്യൂസ് മലയാളം.